ഇന്ത്യ ആഗോള ആരോഗ്യ കേന്ദ്രമായി ഉയർന്നുവരികയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭുവനേശ്വറിൽ എയിംസിന്റെ 5ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ചികിത്സ ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ എയിംസിലൂടെ സാധിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. भुवनेश्वर एम्स समावर्तन उत्सव में आपण गहरी उपस्थित हो बेस खुशी. ലോകത്തുനിന്ന് തന്നെ ആളുകൾ ചികിത്സയ്ക്കായി എയിംസിലേക്ക് എത്തുന്നത് മികച്ച ചികിത്സ ലഭ്യമാകുന്നതുകൊണ്ടാണ്. മഹാമാരിക്കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയുടെ ആരോഗ്യരംഗത്തിന് സാധിച്ചതായും അവർ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ 31 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ഒഡീഷയിലെത്തിയത്. ഭുവനേശ്വറിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പംപതി, മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് കട്ടക്കിലെ റാവൻഷാ സർവകലാശാലയുടെ 13ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി റാവൻഷാ ഗേൾസ് ഹൈസ്കൂൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടലും നിർവഹിക്കും. ആദികവി സരളാദാസിന്റെ ജന്മവാർഷികാഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കലിംഗരത്ന പുരസ്കാരങ്ങളും സമ്മാനിക്കും.